പ്രിയമുള്ള രക്ഷിതാക്കളെ, ഇർഷാദിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വേനൽ അവധിയിലേക്ക് കിടക്കുകയാണ്. വാർഷിക പരീക്ഷ മാർച്ച് 26-ന് അവസാനിക്കുന്നു. ജൂൺ 1-നാണ് സ്കൂൾ റീഓപ്പൺ ചെയ്യുന്നത്. ദീർഘമായ 66 ദിവസം നീണ്ടു നിൽക്കുന്ന വേനൽ അവധിയിലേക്ക് വിദ്യാർത്ഥികൾ കിടക്കുകയാണ്. ഈ സമയത്ത് സ്കൂളിന് രക്ഷിതാക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ 2 മാസം എന്ന് പറയുന്നത് അവർക്ക് ഒരുപാട് ലൈഫ് സ്കില്ലുകൾ നേടിയെടുക്കാനും അവർക്ക് ഫാമിലിയോടും റിലേറ്റീവ്സിനോടും അവരുടെ പ്രകൃതിയോടുമൊക്കെ കൂടുതൽ അടുത്തറിയാനൊക്കെയുള്ള സമയമാണ്. അതുകൊണ്ട് അവർക്ക് അത്തരം അവസരങ്ങൾ കൂടുതൽ നൽകാനും അവരുടെ ജീവിത വിജയത്തിനാവശ്യമായ ഒരുപാട് ശേഷികൾ നേടിയെടുക്കാനുമുള്ള ഈ സമയം വളരെ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വെക്കേഷൻ എന്ന് പറയുന്നത് പൂർണ്ണമായും പഠനത്തോട് ഒരു ഗുഡ് ബൈ പറയുന്ന ഒരു പീരീഡ് അല്ല, മറിച്ച് പഠനവുമായി ചെറിയൊരു ബന്ധം നിലനിർത്തേണ്ടതുണ്ട്. ജൂൺ മുതൽ മാർച്ച് വരെ കൂടുതൽ സമയം ലേണിങ്ങിനും കുറച്ച് സമയം കളിക്കും നമ്മൾ ചെലവഴിക്കുന്നുണ്ടെങ്കിൽ, വെക്കേഷൻ സമയത്ത് കൂടുതൽ സമയം അവരുടെ കളിയും തമാശകളും ഒക്കെയായി മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് സമയം പഠനത്തിന് വേണ്ടി കൂടി നമ്മൾ ചെലവഴിക്കേണ്ടതുണ്ട്. അവരുടെ സ്ക്രീൻ ടൈം ഏറ്റവും ചുരുങ്ങിയ രീതിയിലേക്ക് ചുരുക്കി കൊണ്ടുവന്ന് അവരുടെ വെക്കേഷൻ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്താനുള്ള ശ്രമം രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്നുണ്ടാവണം എന്നാണ് ആമുഖമായി ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സ്കൂൾ തയ്യാറാക്കിയ വെക്കേഷൻ പാക്കേജ് നിങ്ങളുമായി പങ്കുവെക്കുക എന്നതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓരോ ക്ലാസ്സിലേക്കും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് നിങ്ങളോട് 1 by 1 ആയി വിശദീകരിക്കാം. ആദ്യം ഞാൻ LKG വിദ്യാർത്ഥികളുടെ വെക്കേഷൻ പാക്കേജ് പരിചയപ്പെടുത്താം. LKG വിദ്യാർത്ഥികൾക്ക് അവർക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അക്കാഡമിക് ആക്ടിവിറ്റി ഒന്നുമില്ല, മറിച്ച് അവർക്ക് കൂടി താല്പര്യം ഉണ്ടാവുന്ന രീതിയിൽ ഒരു ഉമ്മയുടെയോ ഉപ്പയുടെയോ ഒന്നും പ്രഷർ ഇല്ലാതെ അല്ലെങ്കിൽ അവരുടെ നിർബന്ധമില്ലാതെ മക്കൾ തന്നെ താല്പര്യത്തോടു കൂടി ചെയ്യാൻ കഴിയുന്ന ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റിയാണ് അവർക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. LKG വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന പുസ്തകമാണ് ഇത്. കളറിംഗ് ഫോർ ആക്റ്റീവ് കിഡ്സ് എന്നതാണ് ഈ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ. HNC ആണ് ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. 48 പേജുകളുള്ള ഒരു പുസ്തകമാണിത്. ഇതിൽ ഓരോ പേജിലും വ്യത്യസ്തമായ പിക്ചറുകൾ നൽകിയിട്ടുണ്ട്. അവർ ചെയ്യേണ്ടത്, കളർ കൊടുക്കേണ്ട പിക്ചർ ഏത് രീതിയിലാണോ ആക്കേണ്ടത് അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വലിയൊരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ രീതിയിലുള്ള കളറിങ് അവരിവിടെ ചെയ്യുക എന്നുള്ളതാണ്. ഇതിലൂടെ നമ്മൾ കാണേണ്ട ഒരു ലേണിംഗ് ഔട്ട്കം, അവർക്കൊരു ഐ ഹാൻഡ് കോർഡിനേഷൻ LKG വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവേണ്ട ഒരു സ്കില്ലാണ്. മറ്റൊന്ന് ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന സ്ഥൂല പേശി വികാസം. അവരുദ്ദേശിക്കുന്നിടത്തേക്ക് അവരുടെ കൈ എത്താനും അവരുദ്ദേശിക്കുന്നിടത്തേക്ക് അവർക്ക് വരയ്ക്കാനൊക്കെ കഴിയുക എന്നുള്ളത് LKG വിദ്യാർത്ഥികൾക്ക് ഡെവലപ്പ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട സ്കില്ലാണ്. അപ്പോൾ ഈ 2 സ്കില്ലുകൾ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ കളറിംഗ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് താല്പര്യമുള്ളത് കൊണ്ട് തന്നെ അവർക്ക് 2 മാസം കൊണ്ട് ഈ ഒരു പുസ്തകം വളരെ സിമ്പിളായി അവർക്കത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. ഇതാണ് LKG വിദ്യാർത്ഥികൾക്കുള്ള വെക്കേഷൻ പാക്കേജ് എന്ന് പറയുന്നത്. ഇനി UKG ക്ലാസ്സുകളുടെ വെക്കേഷൻ പാക്കേജാണ്. നേരത്തെ ഞാൻ പറഞ്ഞ LKG വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തിയ ആ പുസ്തകം UKG വിദ്യാർത്ഥികൾക്കുമുണ്ട്, സെയിം ബുക്ക് തന്നെ. കാരണം UKG വിദ്യാർത്ഥികൾക്കും അതേ സ്കില്ലുകൾ അവർ അത് ഷാർപ്പൺ ചെയ്ത് കൊണ്ടുപോകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ UKG വിദ്യാർത്ഥികൾക്ക് ഫ്ലുവൻറ്റ് ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു പുസ്തകം കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ പുസ്തകത്തിൽ 200 യൂസേജുകളാണ് ഇംഗ്ലീഷിൽ നൽകിയിട്ടുള്ളത്. അവർ കഴിഞ്ഞ 2 വർഷമായി പഠിക്കുന്ന ഒരുപാട് യൂസേജുകളുണ്ട്. അത് ഒന്നുകൂടി വ്യവസ്ഥാപിതമായി സ്ട്രക്ചേർഡായി നൽകിയിരിക്കുന്ന ഒരു പുസ്തകമാണ് ഫ്ലുവൻറ്റ് ലാംഗ്വേജ് എന്ന് പറയുന്ന പുസ്തകം. ഇതിൽ മേ ഐ കം ഇൻ, മേ ഐ സിറ്റ് ഡൗൺ, മേ ഐ ഡ്രിങ്ക് വാട്ടർ, മേ ഐ ഗോ ടു വാഷ്റൂം തുടങ്ങി അവർ LKGയിൽ നിന്ന് പഠിച്ചു തുടങ്ങിയ ആ സെൻറ്റൻസുകൾ മുതൽ അവസാനത്തെ പേജിലേക്ക് വരുമ്പോൾ I will study hard, I will be a good student, I will be a smart student, I will make new friends, I will score good marks, I will eat healthy food, I will do my homework, I will be kind, I will learn new things, I will be a doctor. ഇങ്ങനെ മേ ഐ കമിൻ എന്ന് തുടങ്ങി അവരുടെ ഒരു അംബീഷനിൽ അവസാനിക്കുന്ന 200 യൂസേജസ് ആണ് ഈ പുസ്തകത്തിൽ നൽകിയിട്ടുള്ളത്. വെക്കേഷൻ കഴിയുമ്പോഴേക്കും ഈ 200 സെൻറ്റൻസുകൾ കൃത്യമായി അവർക്ക് പറയാൻ കഴിയുന്നിടത്തേക്ക് അവർ വളരുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അത് സ്കൂളിൻ്റെ ഭാഗത്തു നിന്ന് ടീച്ചേഴ്സ് കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഓരോ ദിവസവും അവർ പഠിക്കേണ്ട യൂസേജും ആ യൂസേജ് അവരിങ്ങനെ പഠിക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് ആ യൂസേജിനനുസരിച്ചുള്ള, ഫോർ എക്സാമ്പിൾ മേ ഐ ഡ്രിങ്ക് വാട്ടർ എന്ന് അവർ പഠിക്കുന്നത്
മേ ഐ ഡ്രിങ്ക് വാട്ടർ എന്ന് അവർ കൃത്യമായിട്ട് അവരത് ചെയ്യുന്ന ഒരു വീഡിയോ എടുത്ത് ക്ലാസ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആക്ടിവിറ്റി. അങ്ങനെ 200 സെൻറ്റൻസുകൾ അവർ ആക്ടിവിറ്റിയിലൂടെ അവർ പറയുന്ന വീഡിയോസ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ടെക്നോളജിയെ ലേണിങ്ങുമായി ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്, അതും അവർക്ക് കൂടുതൽ താല്പര്യമുള്ളതാണ്. ഇങ്ങനെ 200 യൂസേജുകൾ അവർ പരിചയപ്പെടുന്നു, പ്ലസ് 48 പേജുള്ള ഒരു കളറിംഗ് ബുക്ക് അവർ പൂർത്തിയാക്കുന്നു. ഇതാണ് UKG വിദ്യാർത്ഥികൾക്കുള്ള വെക്കേഷൻ പാക്കേജ് എന്ന് പറയുന്നത്. ഇനി 1 മുതൽ 4 വരെ ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു സ്കില്ല് വർദ്ധിപ്പിക്കാനുള്ള ഒരു പാക്കേജാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ബാഡ് ഹാൻഡ് റൈറ്റിംഗ് ഈസ് എ സൈൻ ഓഫ് ഇംപെർഫെക്റ്റ് എഡ്യൂക്കേഷൻ എന്നാണ് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി പറഞ്ഞത്. നല്ല ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത് നല്ല സ്കൂളിങ്ങിൻ്റെ ഒരു ലക്ഷണവും, മോശം ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിൽ ചില പോരായ്മകളുണ്ട് എന്നതിൻ്റെ ഒരു ലക്ഷണവുമാണ് എന്ന് ഗാന്ധിജി പറഞ്ഞതിൽ ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉണ്ടാവുക എന്നുള്ളത് ഓരോ വിദ്യാലയത്തിൻ്റെയും കൂടി റെപ്യൂട്ടേഷനെ കൂടി ബാധിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ എല്ലാവരും നല്ല ഹാൻഡ് റൈറ്റിങ്ങോടുകൂടി എഴുതുന്നിടത്തേക്ക് വളരുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമായതുകൊണ്ട് തന്നെ ഈ വെക്കേഷൻ സമയത്ത് 2 മാസം 1 മുതൽ 4 വരെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നാം ഹാൻഡ് റൈറ്റിംഗ് വളരെ സീരിയസ് ആയിട്ട് പരിശീലിപ്പിക്കുകയാണ്. അതിനുവേണ്ടി നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള 3 പുസ്തകങ്ങൾ ഞാൻ പരിചയപ്പെടുത്തുന്നു. ഒന്ന് മലയാളം കോപ്പി ബുക്ക് റാബിറ്റ് ആൻഡ് ക്യാരറ്റ് എന്ന പേരുള്ള ഈ പുസ്തകം. ഇതിൽ എല്ലാ മലയാളം ലെറ്റേഴ്സും വ്യത്യസ്തമായ വാക്കുകളോടുകൂടി ഇതിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് മലയാളം എഴുതുമ്പോൾ ലൈനിൻ്റെ മുകളിലേക്ക് കയറി നിൽക്കേണ്ട അക്ഷരം ഏതാണ്, താഴോട്ട് ഇറങ്ങി നിൽക്കേണ്ട അക്ഷരം ഏതാണ്, 2 ലൈനിൻ്റെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കേണ്ട അക്ഷരം എന്താണ് എന്നൊക്കെ കൃത്യമായിട്ട് ഇടതുവശത്ത് നൽകിയിട്ടുണ്ടാവും. അത് വലതുവശത്തേക്ക് അവർ കൃത്യമായിട്ട് കോപ്പി ചെയ്യുക എന്നുള്ളതാണ് മലയാളത്തിൻ്റെ ഗ്രാഫിൽ അവർ ചെയ്യേണ്ടത്. എന്നാൽ ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ ഇംഗ്ലീഷിൽ 2 ബുക്കുകളാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. ഒന്ന് കോപ്പി ബുക്ക് അഡ്വാൻസ്ഡ് എന്ന പേരുള്ള റാബിറ്റ് ആൻഡ് ക്യാരറ്റ് എന്ന് തന്നെ പേരുള്ള ഒരു പുസ്തകമാണ്. ഇതിൽ അവർക്ക് 26 ലെറ്റേഴ്സ്, അതിൻ്റെ സ്മോൾ ലെറ്റേഴ്സ് ആൻഡ് ക്യാപിറ്റൽ ലെറ്റേഴ്സ്, കേഴ്സീവ് അല്ലാതെ, കൂട്ടിയെഴുത്തില്ലാതെ ഓരോ അക്ഷരങ്ങളും സെപ്പറേറ്റ് ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെയാണ് ക്യാപിറ്റൽ ലെറ്റർ എഴുതേണ്ടത് എന്നും എങ്ങനെയാണ് സ്മോൾ ലെറ്റർ എഴുതേണ്ടതെന്നും എന്ന് പരിശീലിപ്പിക്കാൻ വേണ്ടിയുള്ള പുസ്തകമാണ്. ഇതെല്ലാം അവർക്ക് അറിയുമെങ്കിലും നമ്മൾ പലപ്പോഴും നമ്മൾ നോട്ട്ബുക്ക് ചെക്ക് ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കുന്നത് അതിലൊരു പെർഫെക്ഷനിലേക്ക് വരുന്ന കുട്ടികൾ വളരെ ചെറിയൊരു പെർസെൻറ്റേജ് ആണ്. ഒരു മഹാഭൂരിപക്ഷവും എഴുതുന്നുണ്ടെങ്കിൽ കൂടി അതിൻ്റെ ഒരു പെർഫെക്ഷൻ നമുക്ക് കാണുന്നില്ല. അപ്പോൾ അതിനുകൂടി ഒരു പരിഹാരം എന്നുള്ള നിലക്ക് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന മുഴുവൻ കുട്ടികളും 100% കുട്ടികളും മനോഹരമായി ഹാൻഡ് റൈറ്റിങ്ങോടുകൂടി എഴുതുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള ഒരു പാക്കേജാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഇംഗ്ലീഷ് ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് കേഴ്സീവ് റൈറ്റിംഗ് കൂടി അതിൻ്റെ കൂടെ പഠിപ്പിക്കേണ്ടതുള്ളത് കൊണ്ട് നമ്മൾ ആദ്യം കേഴ്സീവ് ഇല്ലാത്ത ഒരു ബുക്ക് നമ്മൾ പരിചയപ്പെട്ട് ഏപ്രിൽ മാസത്തോടു കൂടി അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മെയ്യിലേക്ക് വരുമ്പോൾ ഇംഗ്ലീഷിൻ്റെ കേഴ്സീവ് റൈറ്റിംഗ് കൂടി നമ്മൾ അവരെ പരിശീലിപ്പിക്കും. ആ പരിശീലനം അധ്യാപകർ ഓരോ പേജ് എങ്ങനെയാണ് എഴുതേണ്ടത്, ഓരോ സെൻറ്റൻസ് എങ്ങനെയാണ് എഴുതേണ്ടത്, ഓരോ ലെറ്റർ എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് കൃത്യമായിട്ട് അവർക്ക് വിശദീകരണം നൽകും. അതിനനുസരിച്ച് അവർ ചെയ്യുകയാണ് വേണ്ടത്. പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്ന് പറയാറുണ്ട്. അത് ശരിയല്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. പ്രാക്ടീസ് ഒരിക്കലും ഒരു ആൾക്ക് പെർഫെക്ഷൻ കൊണ്ടുവരില്ല, മറിച്ച് പെർഫെക്റ്റ് പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. ആ പ്രാക്ടീസിലും ഒരു പെർഫെക്ഷൻ വേണം. അതായത് തെറ്റായ രീതിയിൽ ഒരു വാക്യം എഴുതി അത് നിരന്തരമായി പരിശീലിച്ചതുകൊണ്ട് നമുക്കൊരിക്കലും പെർഫെക്ഷനിലേക്ക് എത്താൻ കഴിയില്ല. നമ്മൾ ശരിയായി എഴുതിയിട്ട് ആ ശരി പരിശീലിപ്പിക്കുന്നത് എന്നുള്ളതാണ് പെർഫെക്ഷനിലേക്ക് എത്താനുള്ള മാർഗം. അപ്പം അതുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് വിദ്യാർത്ഥികൾ ശരിയായി എഴുതേണ്ടത് എന്ന് പരിശീലിക്കുകയാണ്. ഏപ്രിൽ മെയ് മാസത്തോടു കൂടി ഇർഷാദിയ സ്കൂളിൽ പഠിക്കുന്ന 1 മുതൽ 4 വരെയുള്ള മുഴുവൻ വിദ്യാർത്ഥികളുടെയും മലയാളവും ഇംഗ്ലീഷും ഹാൻഡ് റൈറ്റിംഗ് നമ്മൾ പെർഫെക്റ്റ് ആക്കാൻ പോവുകയാണ്. അതിന് നമ്മൾ ആവശ്യപ്പെടുന്നത് ഓരോ ദിവസവും 24 മണിക്കൂറിൽ 1 മണിക്കൂറാണ്, 1 hour. അത് ഏത് സമയം എന്നുള്ളത് രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും തിരഞ്ഞെടുക്കാം. ഇറ്റ് ക്യാൻ ബി ഇൻ ദ നൈറ്റ്. അപ്പോൾ രാത്രി പ്രയറിനൊക്കെ ശേഷം 1 മണിക്കൂർ ആവാം, അതല്ലെങ്കിൽ മോർണിംഗിൽ എല്ലാം ഫ്രഷപ്പ് ആയതിനു ശേഷം 1 മണിക്കൂർ ആവാം. ഏതായാലും 24 മണിക്കൂർ എന്ന് പറയുന്ന ദീർഘമായ ആ ഒരു സമയത്തിനുള്ളിൽ 1 മണിക്കൂർ സമയം നിങ്ങൾ ഈ ഒരു പ്രോസസ്സിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് പ്രഷർ ഇല്ല, സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് പണിഷ്മെൻ്റ് ഇല്ല. എന്നാൽ സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഫോളോ അപ്പ് ഉണ്ടാവും, ഡെയിലി ഫോളോ അപ്പ് ഉണ്ടാവും. ചെയ്ത വിദ്യാർത്ഥികളും ചെയ്യാത്ത വിദ്യാർത്ഥികളുടെയും ലിസ്റ്റ് നമ്മൾ വീക്കിലി ഷെയർ ചെയ്യും. സ്കൂൾ റീഓപ്പൺ ചെയ്തതിന് ശേഷം നന്നായി ചെയ്ത വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനങ്ങൾ നൽകും. ആ രീതിയിൽ നന്നായി ചെയ്തവരെ നന്നായി പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് വേണ്ട എല്ലാ മോട്ടിവേഷനും നൽകും. എന്നാൽ ഇത് രക്ഷിതാക്കൾക്ക് ഒരു പ്രഷർ ആവാതിരിക്കാൻ വേണ്ടി അവർക്കൊരു പണിഷ്മെൻറ്റ് ത്രെട്ടനിങ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ഈ ഒരു പോസിറ്റീവ് സ്ട്രോക്കോട് കൂടി തന്നെ
അതിൻ്റെ ഒരു അട്രാക്ഷൻ മനസ്സിലാക്കി എല്ലാവരും അത് കൃത്യമായി ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതാണ് 1 മുതൽ 4 വരെ ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള വെക്കേഷൻ പാക്കേജ്. ഇനി ഞാൻ വിശദീകരിക്കാൻ പോകുന്നത് 5 മുതൽ 9 വരെ ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ വെക്കേഷൻ പാക്കേജാണ്. 5ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ അടുത്ത വർഷം അവർ 6ാം ക്ലാസ്സിലേക്കാണ്. NEP അനുസരിച്ച് അവർ ഫൗണ്ടേഷൻ കഴിഞ്ഞ് പ്രിപ്പറേറ്ററിയും കഴിഞ്ഞ് മിഡിൽ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് എത്തി. 9ാം ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ സെക്കൻഡറി ക്ലാസ്സുകളിലേക്ക് കയറി കഴിഞ്ഞു. അപ്പോൾ കുറച്ചുകൂടി അക്കാഡമിക് സ്വഭാവമുള്ള ഒരു ആക്ടിവിറ്റി ആയിരിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഇംഗ്ലീഷിലെ ബേസിക് ഗ്രാമറാണ് നമ്മൾ അവർക്ക് റെഡിയാക്കാൻ പോകുന്നത്. ഇംഗ്ലീഷിൽ നമ്മൾ വളരെ അടിസ്ഥാനപരമായ ഗ്രാമർ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ പഠിപ്പിക്കാൻ പോവുകയാണ്. സിമ്പിൾ സ്റ്റെപ്സ് ടു ലേൺ ബേസിക് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഈ പുസ്തകമാണ് നമ്മൾ അവർക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം കുറേ വിദ്യാർത്ഥികൾക്ക് ഇത് പഠിപ്പിച്ചു. അവരൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു പുസ്തകമായിട്ട് അവർ വിലയിരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത്. 50 ചാപ്റ്ററുകളാണ് ഇതിലുള്ളത്. ഈ പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തി തന്നെ 40 ദിവസത്തെ ഒരു ഓൺലൈൻ കോഴ്സ് കൂടിയുണ്ട്. ആ ഓൺലൈൻ കോഴ്സും ഈ പുസ്തകവും അടിസ്ഥാനപ്പെടുത്തി 2 മാസം കൊണ്ട് 5 മുതൽ 9 വരെയുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും ബേസിക് ഗ്രാമർ പെർഫെക്റ്റ് ആക്കുക എന്നുള്ളതാണ് നമ്മൾ അവർക്ക് വേണ്ടി കണ്ടിട്ടുള്ള വെക്കേഷൻ പാക്കേജ്. പ്രൈമറി ഓക്സിലറീസ് ആയ ബി, ഹാവ്, ഡു അതിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് നമ്മൾ പെർഫെക്റ്റ് ആക്കും. 12 ടെൻസുകൾ അതിൻ്റെ വ്യത്യസ്തമായ രൂപങ്ങൾ നമ്മൾ പെർഫെക്റ്റ് ആക്കും. അതോടൊപ്പം തന്നെ പാർട്സ് ഓഫ് സ്പീച്ച്, പാസീവ് വോയിസ് ഉൾപ്പെടെയുള്ള ഒരു വിദ്യാർത്ഥി, ഹൈസ്കൂൾ വിദ്യാർത്ഥി അറിഞ്ഞിരിക്കേണ്ട മുഴുവൻ ഇംഗ്ലീഷ് ബേസിക് ഗ്രാമറും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പുസ്തകമാണിത്. ഇതും നേരത്തെ പറഞ്ഞതുപോലെ ഏത് ദിവസമാണ് ഏത് ചാപ്റ്ററാണ് പഠിക്കേണ്ടത് എന്നത് കൃത്യമായ ഒരു ഗൈഡ് ലൈൻസ് സ്കൂളിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. സ്കൂൾ തുറന്നതിന് ശേഷം അതിൻ്റെ ഫോളോ അപ്പും അതിൻ്റെ അസസ്മെൻറ്റും നടക്കും. 5 മുതൽ 9 വരെയുള്ള ക്ലാസ്സുകളിൽ കുറച്ചുകൂടി ഗൗരവത്തിലുള്ള ഫോളോ അപ്പ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും. കാരണം അവർക്ക് ബേസിക് ഗ്രാമർ കറക്റ്റ് ആക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് തന്നെ സ്കൂളിൻ്റെ ഭാഗത്തു നിന്ന് ഒന്നുകൂടി സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഫോളോ അപ്പ് ഈ വിഷയത്തിൽ ഉണ്ടാകും എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഈ രീതിയിലാണ് നമ്മുടെ വെക്കേഷൻ പാക്കേജ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഈ പുസ്തകങ്ങൾ നമുക്ക് സ്കൂൾ അടക്കുന്ന 26-ാം തീയതിയോ അതല്ലെങ്കിൽ നമ്മുടെ റിസൾട്ട് വാങ്ങുന്ന ഓപ്പൺ ഹൗസിൻ്റെ അന്നോ നിങ്ങൾക്ക് കളക്ട് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഓരോ ക്ലാസ്സിലേക്കും ആവശ്യമായ പുസ്തകത്തിൻ്റെ റേറ്റ് എത്രയാണെന്ന് ടെക്സ്റ്റ് മെസ്സേജിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. ആ എമൗണ്ട് നിങ്ങൾ ക്ലാസ് ടീച്ചേഴ്സിൻ്റെ കൈവശം സ്കൂൾ അടക്കുന്നതിന് മുമ്പ് തന്നെ എത്തിക്കുക. അപ്പോൾ നമുക്ക് സ്കൂൾ അടക്കുന്ന അന്നോ അല്ലെങ്കിൽ ഓപ്പൺ ഹൗസിൻ്റെ അന്നോ പുസ്തകം നിങ്ങൾക്ക് നൽകുന്നതാണ്. അതിന് മുമ്പ് നൽകില്ല. കാരണം അവർക്ക് ഈ ഒരു ഇതിലേക്ക് ഫോക്കസ് വന്ന് അവരുടെ ആനുവൽ എക്സാമിനെ ഡിസ്ട്രാക്ട് ചെയ്യേണ്ട എന്ന് കരുതി അതിന് മുമ്പ് നമ്മൾ പുസ്തകം നൽകുന്നില്ല. എന്നാൽ അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ആ പുസ്തകത്തിൻ്റെ റേറ്റ് മാത്രമാണ് നമ്മൾ രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് ചാർജ് ചെയ്യുന്നത്. ബാക്കി എല്ലാ ഫോളോ അപ്പും മറ്റു കാര്യങ്ങളും എല്ലാം ഒരു വെക്കേഷൻ പാക്കേജ് എന്ന രീതിയിൽ നമ്മൾ സിസ്റ്റമാറ്റിക്കായി സ്കൂൾ നടപ്പിലാക്കും. അപ്പോൾ ഈ ഒരു വെക്കേഷൻ പാക്കേജിൽ രക്ഷിതാക്കളുടെ പൂർണ്ണമായ സഹകരണവും പിന്തുണയും ഉണ്ടാവണമെന്ന് അറിയിക്കുന്നു. വിദ്യാർത്ഥികളും ഇതിനോട് പൂർണ്ണമായി സഹകരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. താങ്ക് യു.